Today we are going to learn about the another two types of chemical reactions, which are displacement reactions and double displacement reactions. In the previous classes we have already learned about the combination reactions and decomposition reaction. The next two are displacement reactions and double displacement reactions. Let us look about displacement reaction. Displacement reaction is a chemical reaction in which a more reactive element displaces a less reactive element from its compound. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റ് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു എലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്ന ഏതൊരു കെമിക്കൽ റിയാക്ഷനെയും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. നിങ്ങളിങ്ങനെ വിചാരിക്കുക, ശക്തി കൂടിയ ഒരു എലമെൻറ്റ്, നല്ലപോലെ റിയാക്റ്റീവായിട്ടുള്ളതാണ് ആ എലമെൻറ്റ് ശക്തി കുറഞ്ഞ ഒരു എലമെൻറ്റിൻ്റെ വീട്ടിൽ ചെന്ന് ആ എലമെൻറ്റിനെ അതിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതായത് ലെസ് റിയാക്റ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും ലെസ് റിയാക്റ്റീവായ എലമെൻറ്റിനെ മോർ റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത് നോക്കാം. Take 3 iron nails and clean them by rubbing with sandpaper. 3 ഇരുമ്പാണികൾ എടുത്തിട്ട് അതിനെ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് ക്ലീൻ ആക്കുക. Take 2 test tubes marked as A and B. In each test tube, take about 10 ml copper sulfate solution. A എന്നും B എന്നും മാർക്ക് ചെയ്തിരിക്കുന്ന 2 ടെസ്റ്റ് ട്യൂബ്സിനെ എടുക്കുക. ഓരോ ടെസ്റ്റ് ട്യൂബിലും 10 ml വീതം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും എടുക്കുക. Tie 2 iron nails with a thread and immerse them carefully in the copper sulfate solution in test tube B. ഇനി 2 ഇരുമ്പാണികൾ, 3 എണ്ണത്തിൽ നിന്ന് 2 ഇരുമ്പാണികൾ എടുത്തിട്ട് ഒരു നൂല് ഉപയോഗിച്ച് അവയെ ടെസ്റ്റ് ട്യൂബ് ബിയിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ശ്രദ്ധയോടെ മുക്കി വയ്ക്കുക. 20 മിനിറ്റ് സമയത്തേക്ക്. കീപ് 1 iron nail aside for comparison. മൂന്നാമത്തെ അയൺ നെയിലിനെ ഈ 2 അയൺ നെയിൽസുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ആഫ്റ്റർ 20 minutes, ടേക്ക് ഔട്ട് ദ അയൺ നെയിൽസ് ഫ്രം ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. 20 മിനിറ്റിന് ശേഷം ബി എന്ന ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും ഈ 2 ഇരുമ്പാണികളെയും വെളിയിലെടുക്കുക. കമ്പയർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് എ ആൻഡ് ബി. നമ്മൾ ഒന്നും ചെയ്യാതെ മാറ്റി വെച്ചിരുന്ന ടെസ്റ്റ് ട്യൂബ് എയിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇരുമ്പാണികൾ ഇട്ട് വെച്ച കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുള്ള ടെസ്റ്റ് ട്യൂബ് ബിയിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറും തമ്മിൽ കമ്പയർ ചെയ്യുക. ഓൾസോ കമ്പയർ ദ കളർ ഓഫ് അയൺ നെയിൽസ് ഡിപ്ഡ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിത്ത് ദ വൺ കെപ്റ്റ് എസൈഡ്. നമ്മൾ മാറ്റി വെച്ചിരുന്ന മൂന്നാമത്തെ ഇരുമ്പാണിയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്ത മുക്കി വെച്ച 2 ഇരുമ്പാണികളുടെയും കളർ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസ് ഇരിക്കുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബ്ലൂ കളറാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ 2 അയൺ നെയിൽസിനെ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ത്രെഡ് ഉപയോഗിച്ച്. ഓക്കെ, 20 മിനിറ്റിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് നോക്കാം. The iron nail became brownish in color. The blue color of copper sulfate solution fades. നമ്മൾ ഏത് അയൺ നെയിൽസിനെയാണോ കോപ്പർ സൾഫേറ്റിൽ ബി എന്ന ടെസ്റ്റ് ട്യൂബിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചത്, ആ 2 അയൺ നെയിൽസിൻ്റെയും കളർ ബ്രൗൺ ആയിട്ട് മാറിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബി എന്ന ടെസ്റ്റ് ട്യൂബിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് മങ്ങിപ്പോയതായി, നീല കളറ് മങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കിക്കേ, ഫസ്റ്റ് അയൺ നെയിൽ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്ന അയൺ നെയിലാണ്. മറ്റേത് ബി എന്ന ടെസ്റ്റ് ട്യൂബിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ച് മുക്കി വെച്ച ഒരു അയൺ നെയിലുമാണ്. അയൺ നെയിൽ ടേക്കൻ ഔട്ട് ഫ്രം ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആൻഡ് കമ്പാരിസൺ ഓഫ് the intensity of color of copper sulfate solution is given in the figure B. ഫിഗർ ബിയിൽ
കാണിച്ചിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് എ എന്ന ടെസ്റ്റ് ട്യൂബിലെയും ബി എന്ന ടെസ്റ്റ് ട്യൂബിലെയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് തമ്മിലുള്ള കളറിൻ്റെ കമ്പാരിസൺ ആണ്. ടെസ്റ്റ് ട്യൂബ് എയിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് ബ്ലൂ കളറായിട്ട് തന്നെ നിലനിൽക്കുന്നു. ടെസ്റ്റ് ട്യൂബ് ബിയിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് മങ്ങിപ്പോയിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇൻഫറൻസസ്. അയൺ നെയിൽ iron in nail displaces copper from the copper sulfate solution. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ അയൺ നെയിലിലുള്ള അയൺ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് സൊല്യൂഷൻ ഫേഡ്സ് ഇൻ കളർ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് ബ്ലൂ കളർ ഉണ്ടാവാൻ കാരണം അതിനകത്ത് കോപ്പർ എന്ന മെറ്റൽ ഉള്ളത് കൊണ്ടും കൂടാണ്. അപ്പം ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു? അയൺ നെയിലിലെ ഇരുമ്പാണിയിലെ ഇരുമ്പ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന വീട്ടിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള കോപ്പറിനെ ശക്തി കൂടിയ, റിയാക്ടിവിറ്റി കൂടിയ അയൺ നെയിലിരിക്കുന്ന അയൺ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എലമെൻ്റൽ കോപ്പർ. അതിൻ്റെ ഫലമായിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും അയൺ ഇറക്കി വിട്ട ഡിസ്പ്ലേസ് ചെയ്ത കോപ്പർ എന്തായിട്ട് മാറുന്നു? എലമെൻ്റൽ കോപ്പറായിട്ട്. എലമെൻറ്റ് ഫോമിൽ എന്തിലേക്ക് പോവും? ഈ ഇറങ്ങി വന്ന അയൺ നെയിലിലേക്ക് കയറിയിരിക്കും. എലമെൻ്റൽ കോപ്പർ ഡെപ്പോസിറ്റ്സ് ഓൺ ദ നെയിൽ ആൻഡ് ഇമ്പാർട്ട് എ ബ്രൗൺ കളർ ടു ദ നെയിൽ. ഇങ്ങനെ എലമെൻ്റൽ കോപ്പർ നെയിലിലേക്ക്, ആണിയിലേക്ക് കയറി ഡെപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായി ആണിക്ക് എന്ത് കളർ കിട്ടും? ബ്രൗൺ കളർ ലഭിക്കും. The following chemical reaction takes place in this activity. ഈ ആക്ടിവിറ്റിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ CuSO4 in aqueous state plus Fe in solid state gives FeSO4 in aqueous state plus copper in solid state. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് കോപ്പറും അയണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ശക്തി കൂടുതൽ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കായിരിക്കും? എപ്പോഴും അയണിനായിരിക്കും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന കോപ്പറിൻ്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഇറക്കി വിട്ട് കോപ്പറിൻ്റെ പ്ലേസിൽ കയറിയിരിക്കാൻ ആർക്ക് സാധിക്കും? അയണിന് സാധിക്കും. ഇറക്കി വിട്ട് കോപ്പർ എന്ത് ചെയ്യും? അയൺ എവിടെ നിന്നാണോ വന്ന് അങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും, അങ്ങോട്ടേക്ക് കയറിയിരിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അതാണ് ഈക്വേഷൻ വഴി കാണിച്ചിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് ഇവിടെ സൊല്യൂഷനാണ്, വാട്ടറിലുള്ള സൊല്യൂഷൻ ആയതുകൊണ്ടാണ് അക്വസ് സ്റ്റേറ്റിൽ കാണിച്ചിരിക്കുന്നത്. അയൺ ഇരുമ്പാണിയായിട്ട് സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. FeSO4 അവിടെ പിന്നെ റിയാക്ഷന് ശേഷം ഉണ്ടാകുന്ന കളർ കുറഞ്ഞ സൊല്യൂഷനാണിത്. ദെൻ എലമെൻ്റൽ കോപ്പറിനെയാണ് Cu ഇൻ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതർ എക്സാമ്പിൾസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇനിയും വേറെ എക്സാമ്പിൾസ് ഉണ്ട്, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മളവിടെ എടുക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റിയാക്ടിവിറ്റിയിൽ വ്യത്യാസമുള്ളവരായിരിക്കണം. ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം. സിങ്കും കോപ്പർ സൾഫേറ്റും എടുക്കുവാണെങ്കിൽ അപ്പോൾ അവിടെ റിയാക്ടിവിറ്റി ആർക്കായിരിക്കും കൂടുതൽ? സിങ്കിനായിരിക്കും കൂടുതൽ. അപ്പം കോപ്പർ സൾഫേറ്റിൻ്റെ വീട്ടിൽ നിന്നും കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് ആര് കയറിയിരിക്കും? അവിടെ സിങ്ക് കയറിയിരിക്കും. അപ്പം ആ റിയാക്ഷൻ ഇങ്ങനെ ആവും. സിങ്ക് ഇൻ സോളിഡ് സ്റ്റേറ്റ് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ ഗീവ്സ് സിങ്ക് സൾഫേറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ പ്ലസ് കോപ്പർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ PB എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെ സിമ്പലാണ്. ലെഡ് എന്ന് പറയുന്ന എലമെൻറ്റും കോപ്പർ ക്ലോറൈഡും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോപ്പർ ക്ലോറൈഡിൻ്റെ സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ ഇറക്കി വിട്ട് ലെഡിന് ആ പ്ലേസിൽ കയറിയിരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ PbCl2 ഫോം ചെയ്യുന്നു, ലെഡ് ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. Pb in solid state plus CuCl2 in aqueous state gives PbCl2 in aqueous state plus elemental copper, that is, which is in solid state. The next type of chemical reaction is double displacement reaction. Reactions in which there is an exchange of ions between the reactants are called double displacement reactions. റിയാക്റ്റൻസിൻ്റെ അയോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസിനെയാണ്
ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണോ റിയാക്റ്റൻസ്, അവരവരുടെ അയോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്നു. അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. Take about 3 ml of sodium sulfate solution in a test tube. In another test tube, take about 3 ml of barium chloride solution. Mix the two solutions. ഈ ആക്ടിവിറ്റി വളരെ സിമ്പിളാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 3 ml സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക, വേറൊരു ടെസ്റ്റ് ട്യൂബിൽ 3 ml ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക, അവർ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്യുക. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എടുത്തിരിക്കുകയാണ് വാട്ടറിലുള്ള സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ, അതിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? സൊല്യൂഷൻ്റെ കളറ് വൈറ്റ് ആയിട്ട് മാറി. ഇനി ഈ സൊല്യൂഷനെ കുറച്ച് സമയത്തേക്ക് അനക്കാതെ വെച്ചിരുന്നാൽ അതൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഈ വൈറ്റ് കളറിലുള്ള ആ ഒരു സബ്സ്റ്റൻസ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഇതെന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നും ഈ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ പറയാറുണ്ട്. നോക്കിക്കേ, എൻ്റെ ഇക്വേഷൻ നോക്കി. ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് Na2SO4 gives BaSO4 പ്ലസ് 2NaCl. ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും കൂടെ റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡുമാണ് ഫോം ചെയ്യുന്നത്. സോഡിയം ക്ലോറൈഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. സോഡിയം ക്ലോറൈഡ് അവിടെ അക്വസ് സൊല്യൂഷനായിട്ടാണ് നിൽക്കുന്നത്. ബേരിയം സൾഫേറ്റോ സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫോം ചെയ്ത വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റ് ആണ്. ഇനി ആ റിയാക്റ്റൻസിൽ ആദ്യമേ ബേരിയത്തിൻ്റെ കൂടെ ഇരുന്നത് എലമെൻ്റ് ഏതായിരുന്നു? ക്ലോറിൻ ആയിരുന്നു. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് സൾഫേറ്റ് ഗ്രൂപ്പായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ റിയാക്റ്റൻസ് അവരുടെ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എക്സ്ചേഞ്ച് ചെയ്തു. അതായത് ബേരിയത്തിൻ്റെ കൂടെ ഇപ്പം ആരാണുള്ളത്? സൾഫേറ്റിൻ്റെ ഗ്രൂപ്പാണുള്ളത്. സോഡിയത്തിൻ്റെ കൂടെയോ? ക്ലോറിനും. ഓക്കെ, അങ്ങനെ റിയാക്റ്റൻസ് പരസ്പരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. രണ്ട് റിയാക്റ്റൻസും ഇങ്ങനെ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുക. മറ്റേ ഡിസ്പ്ലേസ്മെൻറ്റിൽ എന്താ, ഒരാളെ ഉള്ളായിരുന്നു ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. താഴ്ഭാഗത്തേക്ക് ബേരിയം സൾഫേറ്റിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സിങ്ക് ചെയ്യുന്നു, താഴ്ന്നു വരുന്നു. വാട്ട് കോസസ് ദിസ്? എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം? The white precipitate of barium sulfate is formed by the reaction of SO4 2-, that is sulfate anions, and Ba2+, barium cations. ഇപ്രകാരം ബേരിയം സൾഫേറ്റിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് സൾഫേറ്റ് ആനിയോൺസും ബേരിയം കാറ്റയോണും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ്. The other product formed is sodium chloride which remains in the solution. പിന്നെ ഉണ്ടായ പ്രൊഡക്റ്റായ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. വാട്ടറിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു. അതുകൊണ്ട് അത് അക്വസ് സൊല്യൂഷനായിട്ടാണ് നിൽക്കുന്നത്. ഇൻഫറൻസ്: sodium sulfate and barium chloride undergo double displacement reaction and form insoluble white barium sulfate precipitate. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും കൂടെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് വിധേയമാവുകയും ഡിസോൾവ് ചെയ്യപ്പെടാത്ത ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റ് ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് സ്റ്റേറ്റിൽ സൊല്യൂഷനിലുണ്ട്. എൻ്റെ റിയാക്ഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. Na2SO4 സോഡിയം സൾഫേറ്റ് ഇൻ അക്വസ് സ്റ്റേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ് ഇൻ അക്വസ് സ്റ്റേറ്റ്, രണ്ടും വാട്ടറിലുള്ള സൊല്യൂഷൻസ് ആയിരുന്നു മിക്സ് ചെയ്തത്. gives barium sulfate as a white precipitate BaSO4 plus 2NaCl, sodium chloride in aqueous state. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. റീകോൾ ദ റിയാക്ഷൻ ബിറ്റ്വീൻ
ലെഡ് നൈട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം അയോഡൈഡ്. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പം 1.2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും തമ്മിലുള്ളൊരു റിയാക്ഷൻ പഠിച്ചായിരുന്നു. ആ റിയാക്ഷനെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ, ഇനി പറയുന്ന ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം കണ്ടെത്താനായിട്ട് നോക്കുക. വാട്ട് വാസ് ദ കളർ ഓഫ് ദ precipitate ഫോംഡ്? ആ റിയാക്ഷനിൽ ഒരു precipitate ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കളർ എന്താണ്? ക്യാൻ യു നെയിം ദ കോമ്പൗണ്ട് precipitated? ഈ ഫോം ചെയ്ത precipitatന്റെ പേരെന്ത്? റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. ഈസ് ദിസ് ഓൾസോ എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഈ റിയാക്ഷനും, അതായത് ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും തമ്മിലുള്ള റിയാക്ഷനും ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണോ എന്ന് കണ്ടെത്തുക. That's all for today. Thank you.